ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഏറ്റവും അടുത്ത ബാദുഷാക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിലെ അതികായന്മാരുടെ ഒരു സിനിമ ഒരു പേരിൽ ഇറങ്ങുന്നു. അതേ പേരിൽ ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് ചേംബർ ഓഫ് കോമേഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് മറ്റൊരു സിനിമ നിർമ്മാണം പൂർത്തിയാക്കി കോവിഡിന്റെ എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് അവർ ആ സിനിമ പൂർത്തിയാക്കുന്നു. എന്നാൽ 2 വരി പരാതി ചേംബർ ഓഫ് കൊമേഴ്സിൽ നിന്ന് സെൻസർ ബോർഡിലേക്ക് പോയപ്പോൾ സെൻസർ ബോർഡ് കൊടുത്ത മറുപടി, ഈ സിനിമ സെൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, കേരളത്തിലെ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ ഇത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു മുട്ടൻ ന്യായമായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവുമെല്ലാം എന്നെ സമീപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം സെൻസർ ബോർഡ്, കേരള സെൻസർ ബോർഡിന്റെ അംഗത്തോട് ചോദിക്കുന്നു. ഇതിനവർക്ക് മറുപടിയില്ല. ഇത് സെൻട്രൽ ബോർഡിന് ഞങ്ങൾ കൈമാറാൻ വേണ്ടി പോവുകയാണ്, ഈ സിനിമ സെൻസർ ചെയ്ത് തരില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ സംവിധായകൻ ശ്രീ വിനയൻ സാറിനെ, അന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്, അങ്ങനെ ബന്ധപ്പെടുന്നു. വിനയൻ സാറ് 2013 ആണെന്ന് തോന്നുന്നു ഒരു ഹൈക്കോടതിയുടെ വിധി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. അതായത് അന്ന് വിനയൻ സാറിന് ഈ നാട്ടിലെ പ്രമാണികളായിട്ടുള്ള സിനിമാക്കാരുടെ വിലക്കുകൾ തുടരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഒരു സിനിമ പൂർത്തിയാക്കുകയും അത് സെൻസർ ചെയ്യാൻ പോവുകയും ചെയ്തപ്പോൾ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് സെൻസർ ബോർഡ് ചോദിച്ചത്. പക്ഷെ വിനയൻ വിട്ടുകൊടുത്തില്ല. ഈ പ്രമാണിമാരുടെ, ഈ അധികായന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും വിനയന്റെ സിനിമയ്ക്ക് ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ അനുമതി വേണ്ട, അതില്ലാതെയും ഏതൊരു പൗരനും സിനിമ ചെയ്യാം, 50,000 ലക്ഷങ്ങളോ കൊടുത്ത് ഒരു സ്വകാര്യ 1986 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം മാത്രം രജിസ്റ്റർ ചെയ്തിട്ട്, ഉദാഹരണം പറഞ്ഞാൽ സുനിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കലാഭവൻ മണി ഫൗണ്ടേഷന്റെ അതേ നിയമസാധുത മാത്രമാണ് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് കേരള എന്ന് പറയുന്ന പഞ്ചനക്ഷത്ര, കൊച്ചിയിലിരിക്കുന്ന പഞ്ചനക്ഷത്ര ഓഫീസിലിരിക്കുന്ന ആ സംഘടനയ്ക്കുള്ളത്. അവിടെ ഒരു രജിസ്ട്രേഷൻ നമുക്ക് വേണ്ട ഇത് സെൻസർ ചെയ്ത് കിട്ടാൻ വേണ്ടി. 1958 സിനിമോട്ടോഗ്രാഫ് പ്രകാരം കൃത്യമായി ഇവിടെ ഇരിക്കുന്ന ആർക്കും പണമുണ്ടെങ്കിൽ സിനിമ എടുക്കാം. ഒരു പ്രമാണിമാർക്കും ലക്ഷങ്ങൾ കൊടുത്ത് അവരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട. ഈ വിധി നമ്മളുടെ കൈകളിലേക്ക് വരുന്നു. ഈ വിധി പഠിക്കുന്നു. ഫിലിം ചേംബറിന് ഒരു കത്തെഴുതുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് ഫിലിം ചേംബർ, അതായത് ലോഡ് ചെയ്ത് ആ സിനിമ സെൻസർ ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്താണ് ഈ ചേംബർ ഓഫ് കോമേഴ്സിൽ നിന്ന് ഈ വിളി പോകുന്നത്, ഈ ലെറ്റർ പോകുന്നത്, ഈ സിനിമ എടുത്തു മാറ്റുന്നത്. ഈ നിയമപ്രശ്നം, ഈ വിധി വിനയൻ സാർ അയച്ചു തരുന്നു. അത് ചേംബർ ഓഫ് സെൻസർ ബോർഡിന് കൊടുക്കുന്നു. പിറ്റേ ദിവസം രാവിലെ 10:30 ഇത് ലോഡ് ചെയ്ത് സെൻസർ ചെയ്യുന്നു. അന്ന് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെ, വലിയ സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെ, വലിയ സംവിധായകർ ഉൾപ്പെടെ പലരും സമീപിച്ചിട്ടും അതിൽ ഏറ്റവും വലിയ പിന്തുണ നൽകി ആ സിനിമയ്ക്ക് അത് സെൻസർ ചെയ്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച, ഇതൊന്നും ആരോടും പറയാതെ, ഇത്തരം വിപ്ലവങ്ങളും ഇത്തരം നിലപാടുകളൊന്നും ആരോടും പറയാതെ ശ്രമിച്ച ഒരാൾക്കാണ് ഇത്തവണത്തെ ഈ അവാർഡ് നൽകിയത് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട